കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ജീവിതം പോയതിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, തൻ്റെ പുത്രൻ്റെ യഥാർത്ഥ ശിഷ്യരായി മാറുവാൻ അമ്മ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അമ്മയുടെ ഈ കടന്നുവരവ് യാദൃച്ഛികമായി സംഭവിച്ച കാര്യമല്ല. അമ്മയുടെ ഈ വരവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ സ്വർഗം അയച്ചിരിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയുടെ അടുത്തേക്ക് അവർ വീട്ടിലേക്ക് കടന്നു വരികയും അവരോട് കൂടെ ഇരുന്ന് അവരെ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുകയും അങ്ങനെ റാണി ചേച്ചിയിലൂടെ പിന്നീട് നമുക്കത് പങ്കുവെച്ച് തരികയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ വ്യക്തിപരമായ സാന്നിധ്യമാണ്. അമ്മ അശരീരിയായിട്ടോ ദർശനങ്ങളിലൂടെയോ സ്വരത്തിലൂടെയോ ഒന്നും അല്ല അമ്മ ചേച്ചിയുടെ അടുത്തേക്ക് കടന്നു വന്നത്. അമ്മ കടന്നു വന്നത് വ്യക്തിപരമായി ഈ ലോകത്ത് നമ്മുടെ എല്ലാവരുടെ അമ്മയായി, നമ്മുടെ സഹായിയായി അമ്മ വ്യക്തിപരമായി ഈ സഹോദരിയുടെ അടുത്തേക്ക് കടന്നു വരികയും കൂടെ ഇരുന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചേച്ചിയെ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്ത പരിശുദ്ധ അമ്മയുടെ വളരെ വ്യക്തിപരമായ അനുഭവമാണ് കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് അമ്മ നൽകിയിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിക്കുകയും വിശ്വാസത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യണം. കാരണം ഇതൊക്കെ ഒരു മിഥ്യയല്ല, ഐതിഹ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ചേർന്ന് നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് സ്വർഗം നൽകുന്ന അനുഭവങ്ങൾ. അത് നമുക്കൊക്കെ വലിയ മാതൃകയാണ്, വലിയ സാക്ഷ്യമാണ് നമുക്കെല്ലാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ ഈ വലിയ സന്ദേശം നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ എപ്പിസോഡിൽ നമുക്കായിരിക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു, മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധഭീഷണിയും വേദനയും ദുരിതങ്ങളും എല്ലാം മറ്റൊരു മനുഷ്യവർഗത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇതുവരെ ഉണ്ടായ മനുഷ്യവർഗത്തിനെല്ലാം അനുഭവിക്കേണ്ടി വന്നതിലും വലിയ തിന്മയുടെ പെരുകലും അശ്ലീലതയുടെയും അശുദ്ധിയുടെയും ഒക്കെ നിറവും യുദ്ധഭീഷണിയും വഞ്ചനയും ചതിയുമെല്ലാം ലോകത്ത് നിറഞ്ഞ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യവർഗമാണ് ഇപ്പോഴുള്ള മനുഷ്യവർഗമെന്ന് പരിശുദ്ധം പറയുകയാണ്. പണ്ടൊക്കെ ഇത്രമാത്രം തിന്മ ലോകത്ത് പെരുകിയിട്ടില്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ മനുഷ്യവർഗം പണ്ടൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള അസമാധാനത്തിലൂടെയും തിന്മയിലൂടെയും
അശുദ്ധിയിലൂടെയും യുദ്ധഭീഷണിയിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത് എന്ന് പരിശുദ്ധ പങ്കുവയ്ക്കുകയാണ്. ഈ മനുഷ്യവർഗം വലിയ തിക്താനുഭവങ്ങൾ ഏർപ്പേറിയാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മ പ്രഭാഷക പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുലിഖിതം കോട്ട് ചെയ്ത് നമ്മൾ 1-2 കാര്യങ്ങൾ പറയുകയുണ്ട്. വചനം അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്നത്. പ്രഭാഷക പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ചോദിക്കുന്നു: ഏത് വർഗമാണ് ബഹുമാനത്തിന് അർഹമാകുന്നത്? ലോകത്ത് വ്യത്യസ്ത രീതിയിലുള്ള വർഗമുണ്ടല്ലോ, ജീവികളുണ്ട്. ഏത് വർഗമാണ് ലോകത്ത് ബഹുമാനത്തിന് യോഗ്യരാകുന്ന അല്ല അർഹമാകുന്നു? പ്രഭാഷക പുസ്തകം 10:10 പറയുകയാണ് മനുഷ്യവർഗം. മനുഷ്യവർഗത്തിൽ ഏത് മനുഷ്യരാണ് ലോകത്തിൻ്റെ ബഹുമാനത്തിന്, മനുഷ്യൻ്റെ ബഹുമാനത്തിൽ, ദൈവത്തിൻ്റെ ബഹുമാനത്തിന് യോഗ്യരാകുന്നത്? അടുത്ത ഉത്തരം പ്രഭാഷക പുസ്തകത്തിൻ്റെ 10:10 പറയുകയാണ് ഏത് മനുഷ്യനാണ് മനുഷ്യവർഗത്തിൽ ഇതിന് യോഗ്യരാകുന്ന പറയുകയാണ് കർത്താവിനോട് ഭക്തിയുള്ളവർ. കർത്താവിനോട് ഭക്തിയുള്ളവർ. ഇനി അടുത്ത ചോദ്യം: ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത് ഈ ലോകത്തിൽ? ബഹുമാനം അർഹതയില്ലാത്ത ഏത് വർഗമാണ് ലോകത്തിലുള്ളത്? പ്രഭാഷക പുസ്തകം 10:19 ഉത്തരം പറയുകയാണ് മനുഷ്യവർഗം. മനുഷ്യവർഗം ആദ്യത്തേത് പറഞ്ഞു, അവനെ ഏറ്റവും ബഹുമാനം അർഹിക്കുന്നത് മനുഷ്യവർഗമാണ്. ഇനി ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്ത? അതും മനുഷ്യവർഗം തന്നെ. മനുഷ്യവർഗത്തിൽ ഏത് മനുഷ്യനാണ് ബഹുമാനം അർഹിക്കാത്ത? ദൈവത്തിൽ നിന്ന് ബഹുമാനം അർഹിക്കില്ല, ലോകത്തിൽ നിന്ന് ബഹുമാനം അർഹിക്കില്ല, കൂടപ്പുറപ്പുകളിൽ നിന്ന് ബഹുമാനം അർഹിക്കാത്തത് ആരാണ്? വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അടുത്ത സെന്റൻസിലൂടെ: കർത്തൃകൽപ്പന പാലിക്കാത്തവർ. ദൈവത്തിൻ്റെ കൽപ്പനകൾ നിഷേധിക്കുന്നവർ, ദൈവകൽപ്പന പാലിക്കാത്തവർ. നമ്മൾ പറയുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കേ. ഇത്ര വലിയ തിന്മയും ദുരിതവും ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മൂല്യച്യുതിയും ആത്മീയയുടെ തകർച്ചയും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കുള്ള ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിന്, ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യവർഗത്തിന് സ്വർഗത്തിൻ്റെ ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ മനുഷ്യവർഗത്തിൽ ആർക്കാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ബഹുമാനം നഷ്ടപ്പെടുന്നതെന്ന് പ്രഭാഷകൻ 10:19 പഠിപ്പിക്കുന്നു. ആർക്കാണ് നഷ്ടപ്പെടുന്നത്? കർത്തൃകൽപ്പന പാലിക്കാത്തവർ. ഇന്ന് പരിശുദ്ധ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്: സ്വർഗം ബഹുമാനം അർഹിക്കുന്ന വർഗം മനുഷ്യവർഗമാണെന്ന് പറയുന്നു. അതിലേത് മനുഷ്യനാണ് കർത്താവിനോട് ഭക്തിയുള്ളവൻ? അതുപോലെ തന്നെ ബഹുമാനം അർഹിക്കാത്ത ഏത് വർഗമാണ് ചോദിക്കുക? അതും മനുഷ്യവർഗം തന്നെ. ആര് മനുഷ്യവർഗത്തിൽ ആരാണ് കർത്തൃകൽപ്പന പാലിക്കാത്തവൻ? അപ്പൊ ഇത് രണ്ടിലും നമ്മൾ തന്നെയാണ്. ചോയ്സ് നമ്മുടെ കയ്യിലാണ്. കർത്താവിനോട് ഭക്തിയുള്ളവരായി നിന്നുകൊണ്ട്, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിന് വേണ്ടി നിലനിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ബഹുമാനം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ബഹുമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ നാം കടന്നു പോകും. എപ്പോൾ? കർത്തൃകൽപ്പന ലംഘിക്കുമ്പോൾ. നമ്മൾ പറയുക, മക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു വേദന കടന്നു വരുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ അപകടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചിന്തിക്കണം,
കർത്തൃകൽപ്പന പാലിക്കുവാൻ ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന്, കർത്തൃകൽപ്പന ഞാൻ എത്രമാത്രം ഗൗരവമായി എടുക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും വ്യക്തിപരമായി പരിശോധിക്കുമ്പോൾ അമ്മ ആവശ്യപ്പെട്ടു. അമ്മ 2 രീതിയിലുള്ള കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, മോശപ്രവാചകന് ദൈവം നൽകിയ, അമ്മ പറഞ്ഞ പ്രകാരമാ, ദൈവത്തിൻ്റെ ചങ്കിൽ നിന്നാണ് മോശപ്രവാചകന് 10 കൽപ്പനകൾ ദൈവം നൽകിയിരിക്കുന്നത്. മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ ദൈവം തൻ്റെ ചങ്കിൽ നിന്ന് പകർന്നു നൽകിയ ആ കർത്തൃകൽപ്പന ഇന്ന് നിന്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്തൃകൽപ്പന എപ്പോഴൊക്കെ ലംഘിക്കപ്പെടുന്നുവോ ആ നിമിഷം നിനക്ക് എനിക്ക് ബഹുമാനം നഷ്ടപ്പെടുകയാണ്. പ്രഭാഷണ പുസ്തകത്തിന് 10-19 വ്യക്തമാക്കി തന്നു. ഈ ബഹുമാനം എവിടെ നിന്ന്? കുടുംബത്തിൽ നമുക്ക് ബഹുമാനം നഷ്ടപ്പെടും, സമൂഹത്തിൽ നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടും, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടും. എപ്പോൾ? കർത്തൃകൽപ്പന നമ്മളിലൂടെ ലംഘിക്കാൻ ഇടവരുമ്പോൾ. നമ്മൾ ചോദിച്ചു, ഇന്നത്തെ നിന്റെ ജീവിതം കണ്ട് സ്വർഗത്തിന് നിന്നെ ബഹുമാനിക്കുവാൻ സാധിക്കുമോ? ഇന്നത്തെ നിന്റെ പ്രവൃത്തികൾ കണ്ട് നീ ദൈവസന്നിധിയിൽ ബഹുമാനനായി മാറുമോ? ഇന്ന് ഒരുപക്ഷേ ഈ ലോകം നിന്നെ ബഹുമാനിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ള ബഹുമാനമാണോ എന്ന് കൂടി ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നുള്ളൊരു തിരിച്ചറിവും പരിശുദ്ധ അമ്മ നൽകുകയാണ്. ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുറേ പേരൊക്കെ കൈയടിക്കും, ബഹുമാനിക്കും. കാരണം അവർക്ക് ഒത്താശ പാടുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന, കർത്തൃകൽപ്പനകൾക്കെതിരായി നിലകൊള്ളുന്ന ചില വ്യക്തികൾക്ക് ഒത്താശ പാടുവാനും കൈയടിക്കുവാനും ചിലർ കടന്നു ചെല്ലുമ്പോൾ അവരെ ഇപ്രകാരമുള്ള വ്യക്തികൾ ബഹുമാനിക്കും. പക്ഷേ സ്വർഗം അവർക്കുള്ള ബഹുമാനം നിഷേധിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുക, ഇന്നത്തെ നിന്റെ പ്രവൃത്തി കണ്ട്, ഇന്നത്തെ നിന്റെ ജീവിതം കണ്ട് സ്വർഗത്തിന് നിന്നെ ബഹുമാനിക്കുവാൻ സാധിക്കുന്നുണ്ടോ? സ്വർഗം അംഗീകരിച്ച അനേകരെ കുറിച്ച് വചനം പറയുന്നുണ്ട്. സ്വർഗം ബഹുമാനിച്ച അനേകരെ കുറിച്ച് വചനം നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട്. ഇപ്രകാരം എന്നെയും നിങ്ങളെയും സ്വർഗത്തിൽ നിന്ന് ബഹുമാനിക്കുവാൻ സാധിക്കുന്ന ജീവിതമാണോ എൻ്റെ ജീവിതം, നിന്റെ ജീവിതം എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധമ്മ ആവശ്യപ്പെടുന്നു. 10 കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം. എവിടെയെങ്കിലും ഒരു കർത്തൃകൽപ്പന നിന്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ അമ്മ ആവശ്യപ്പെടുക. രണ്ടാമതായി അമ്മ കൂട്ടിച്ചേർത്തു, 10 കൽപ്പനകൾ പിതാവായ ദൈവം തന്റെ ചങ്കിൽ നിന്ന് എഴുതി നൽകിയതാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ രണ്ടാമതൊരു കൽപ്പന കൂടി അമ്മ പറഞ്ഞു. രണ്ടാമത്തെ കൽപ്പന തിരുസഭയുടെ കൽപ്പന. തിരുസഭ ഒരു കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് എത്ര പേർക്ക് അതറിയാം? നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മാതൃകായുടെ സമയത്ത് തിരുസഭയുടെ കൽപ്പനകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറം തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. സഭ ഒരു കാര്യം പറഞ്ഞാൽ, സഭയുടെ ശിരസ് ക്രിസ്തുവാണെങ്കിൽ, സഭ ദൈവിക സംവിധാനമാണെങ്കിൽ, സഭയുടെ നിലപാട് ദൈവം അംഗീകരിക്കുന്ന നിലപാടാണ്. സഭയൊരു കാര്യം പഠിപ്പിച്ചാൽ, ഔദ്യോഗികമായി പകർന്നു നൽകിയാൽ അതിൽ സ്വർഗത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അതുകൊണ്ട് സഭയുടെ കൽപ്പനകൾ 10 കൽപ്പനകൾ ഗൗരവമായി എടുക്കുന്ന പോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകൾ മക്കളെ നിങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മളൊക്കെ നമ്മുടെ പഴയ വേദപാഠ പുസ്തകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊന്ന് എടുക്കണം. എന്നിട്ട് സഭയുടെ കൽപ്പനകളൊന്ന് വായിക്കണം, പഠിക്കണം, ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്നെനിക്ക് സഭയുടെ കൽപ്പനകളും കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ എനിക്കൊരു പേരണ, അതൊരു ഹോംവർക്കായിട്ട് കൊടുക്കുവാനാണ് അമ്മ എനിക്കൊരു പേരണ നൽകിയത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ആർക്കെങ്കിലും തിരുസഭയുടെ കൽപ്പനകൾ നിങ്ങൾക്ക് മനഃപ്പാഠമാക്കി അറിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകം എടുത്ത് നോക്കണം. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കുമ്പോഴാണ് ഹൃദയത്തിൽ അത് പതിയുന്നത്. തിരുസഭയുടെ കൽപ്പനകൾ ഗൗരവമായി എടുക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. അമ്മ പറയുകയാണ്, പ്രഭാഷക പുസ്തകം 10-19 കോട്ട് ചെയ്തുകൊണ്ട്
ആർക്കാണ് ബഹുമാനം നഷ്ടപ്പെടുന്നത്? മനുഷ്യവർഗത്തിന്. ഏത് വർഗത്തിനാണ് ബഹുമാനം നഷ്ടപ്പെടുന്നത്? മനുഷ്യവർഗത്തിന്. മനുഷ്യവർഗത്തിൽ ആർക്കാണ്, ഏത് മനുഷ്യനാണ് ഇത് നഷ്ടപ്പെടുന്നത്? കർത്തൃകൽപ്പന ലംഘിക്കുന്നവന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കർത്തൃകൽപ്പനകൾ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട്, എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പ്രേരണ മൂലം കർത്തൃകൽപ്പന ലംഘിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ ബഹുമാനത്തിന് അർഹരായി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഭാഷിത പുസ്തകങ്ങളുടെ 16-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമായി കഴിയുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നവർ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും പറയുന്നത്, എനിക്ക് ആ വ്യക്തി, പല വ്യക്തിബന്ധങ്ങളിലുണ്ടായ ഉലച്ചലുകൾ പലരെയും അസ്വസ്ഥപ്പെടുന്നുണ്ട്. ചില പ്രതികാര മനോഭാവത്തിലൂടെ ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂട്ടിച്ചേർക്കാനാവാത്ത രീതിയിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കുടുംബങ്ങളുണ്ട്. ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സുഭാഷിത പുസ്തകം 16:7, ഒരുവന്റെ വഴി ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ചകൾ കാണുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അകൽച്ചയുടെ വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശത്രുക്കൾ നമുക്കത് ഉയർന്നു വരുന്ന നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പരിശോധിക്കുക, എൻ്റെ വഴി ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതത്തിലൂടെയാണോ ഞാൻ കടന്നു പോകുന്നത്? എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ? ഒരുവന്റെ വഴി ദൈവത്തിന് പ്രീതികരമായി കഴിയുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയും എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. എവിടെയെങ്കിലും പാളിച്ചകളും അകൽച്ചകളും ഉണ്ടെങ്കിൽ നമ്മുടെ വഴി ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ഒരു വ്യക്തിയായി നാം മാറുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നും ബാക്കിയെല്ലാം തിരിച്ചു വരുമെന്നും അതെല്ലാം കർത്താവ് തിരിച്ചു കൊണ്ടുവരുമെന്നുമുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുലിഖിതം ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്: കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരുവന്റെ വഴി കർത്താവിന് പ്രീതികരമായി കഴിയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തിരുത്തേണ്ട തിരുത്തുകളൊക്കെ വരുത്തി ക്രമീകരിക്കേണ്ട ക്രമീകരണങ്ങൾ നടത്തി കഴിയുമ്പോൾ കർത്താവിൻ്റെ അധരം കൽപ്പിക്കും വിച്ഛേദിച്ച ബന്ധങ്ങൾ കൂട്ടിച്ചേരുവാൻ. കർത്താവിൻ്റെ അധരം കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കും. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേരാത്ത എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ കാണുന്നുണ്ടെങ്കിൽ, ഒരു വിവാഹത്തിൻ്റെ മേഖലകളായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ മേഖലകളായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 34:16 കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ അവിടത്തേക്ക് പ്രീതികരമാറ്റി സമർപ്പിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ അധരം കൽപ്പിക്കും, അവിടുത്തെ ആത്മാവ് എല്ലാം ഒന്നിച്ച് കൂട്ടുകയും ചെയ്യും. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരുവന്റെ വഴി കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവർ ഇണങ്ങി കഴിയുമെന്നും ദൈവത്തിൻ്റെ അധരം കൽപ്പിക്കുകയും അവരെ ദൈവം ഒന്നിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവർ ഒന്നിച്ച് കൂട്ടുകയും ചെയ്യുമെന്നും ഒക്കെ നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാവാണ് പലപ്പോഴും മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റുന്നത്. നമ്മുടെ നാവാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പോലും നമ്മളെ അകറ്റുന്നത്.
നാവിൻ്റെ ദുരുപയോഗമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമുക്ക് എത്രമാത്രം അനുഗ്രഹപ്രദമാക്കി മാറ്റാം എന്ന് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 15-ാം തെളിവ് നമുക്കൊന്ന് ശ്രമിക്കാം. സുഭാഷിത പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 15-ാം തെളിഹിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. ചിലപ്പോൾ നമ്മുടെ അധികാരികളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ വചനം പഠിപ്പിക്കുക, പ്രതികരിച്ചതുകൊണ്ട് വലിയ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് ക്ഷമ എന്ന വലിയ പുണ്യം കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. സ്വർഗസ്നായ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. ക്ഷമയെന്നത് വലിയൊരു പുണ്യമാണ്, അടിസ്ഥാന പുണ്യമാണ് ക്ഷമ. ക്ഷമിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, ക്ഷമിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ചില വ്യക്തിബന്ധങ്ങളൊക്കെ മതിൽക്കെട്ട് പോലെ, ഉരുക്കുകെട്ട് കൊണ്ട് മതിൽ സ്ഥാപിച്ചതുപോലെ അകന്നിരിക്കുകയാണ്, മടുക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമ എന്ന പുണ്യം നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. ഒന്ന് ക്ഷമിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എത്രയെത്ര ബന്ധങ്ങൾ സമാധാനം ഏറ്റെടുക്കുമായിരുന്നു, സമാധാനം വീണ്ടെടുക്കപ്പെടുമായിരുന്നു. ക്ഷമ കൊണ്ട് ഭരണാധിപനെ പോലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. സഹോദരങ്ങളെ, അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. മൃദുലമായ നാവ് കൊണ്ട് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിൻ്റെ ഉപയോഗം. നമ്മൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ മൃദുലമായ നാവായി നമ്മുടെ നാവിനെ ഉപയോഗിക്കുമ്പോൾ എത്ര കഠിനമുള്ള ഹൃദയത്തെ പോലും ഉടയ്ക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത്രമാത്രം അനുഗ്രഹപ്രദമാണ് മൃദുലമായ നാവ്. നാവിനെ നമ്മൾ മൃദുലമായി ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ ശകാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നാവിൻ്റെ പ്രയോഗമല്ല, മറിച്ച് മൃദുലമായ നാവ് കടുത്ത അസ്ഥിയെ പോലും തകർക്കാൻ കഴിയും എന്ന് വചനം പഠിപ്പിക്കും. അത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാവിനെ ഒന്ന് പരിശീലിപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയെ കൊടുത്തുകൊണ്ട് നമുക്ക് അല്പം കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാളിച്ചകൾ പരിഹരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ കുറ്റം പറയാതെ, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട്, ആരുടെയും പരദൂഷണം പറയാതെ, നാവ് കൊണ്ട് നന്മ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിനെ ഉപയോഗിക്കുമ്പോൾ അത് കഠിനമായ അസ്ഥിയെ പോലും തകർക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നൽകുക എന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അസമാധാനം നിറഞ്ഞ ഈ ലോകത്ത്, പ്രത്യേകിച്ചും യുദ്ധത്തിൻ്റെ, ദുരിതത്തിൻ്റെ, ഭൂകമ്പത്തിൻ്റെ, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെയൊക്കെ വലിയ മനസ്സുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്തൃകൽപ്പന പാലിക്കുന്നവരായി മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ, സമാധാനം സ്ഥാപിക്കപ്പെടുന്ന മക്കളാക്കി നമ്മളെ മാറ്റുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്ന ഈ കാര്യം നമുക്കൊന്ന് ഓർക്കാം. 10 കൽപ്പനകൾ ദൈവപിതാവിൻ്റെ ചങ്കിൽ കൊത്തിയാണ് നമുക്ക് കൈമാറിയത്. അതുപോലെ തന്നെ ദൈവീക നന്മകൾ നമുക്ക് വാങ്ങിത്തരുന്നവയാണ് തിരുസഭയുടെ കൽപ്പനകൾ. അതുകൊണ്ട് ദൈവീക നന്മകൾ നമുക്ക് വാങ്ങിത്തരുന്ന തിരുസഭയുടെ കൽപ്പനകൾ
നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് 10 കൽപ്പനകൾ മാത്രമല്ല 10 കൽപ്പനകൾ പോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകൾക്കും പ്രാധാന്യം നൽകി നമ്മൾ ജീവിക്കുമ്പോൾ കർത്തൃകൽപ്പനകൾ പാലിക്കുന്നവരായി നമ്മൾ കാണപ്പെടുമെന്നും അങ്ങനെ മനുഷ്യവർഗത്തിൽ ബഹുമാനം ലഭിക്കുന്ന വ്യക്തികളായി നമ്മൾ എണ്ണപ്പെടുമെന്നും ഉള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് നേച്ചെടുക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ തലങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ സാന്നിധ്യ അനുഗ്രഹം നിങ്ങളെല്ലാവരോടും എന്നും എപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.